മെക്സിക്കോയിൽ ഒരു പാവപ്പെട്ട കർഷകന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്ഥലം കാണിച്ച് ഇവിടെ പള്ളി പണിയണം എന്ന് പറഞ്ഞു. ഇത് പള്ളിയിൽ പോയി പറയണം എന്ന് പറഞ്ഞു. പാവപ്പെട്ട കർഷകനായതുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ലല്ലോ. പാവപ്പെട്ട കർഷകന് വിഷമമായി. അയാൾ ചെന്ന് പറഞ്ഞു. അവർ വിശ്വസിച്ചില്ല. വീണ്ടും കർഷകൻ തിരിച്ചു പോന്ന് പഴയ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കുറേ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഈ കർഷകൻ ഈ പൂക്കളെല്ലാം പൊട്ടിച്ച് തൻ്റെ വസ്ത്രത്തിൽ അടക്കി നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് വീണ്ടും പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്ന് മാതാവ് പറഞ്ഞ സ്ഥലത്തുനിന്ന് കിട്ടിയ പൂവാണ് ഇത് എന്ന് പറഞ്ഞ് പള്ളി അധികാരികളെ അറിയിച്ചു. അങ്ങനെ പൂക്കളെ കാണിച്ചപ്പോൾ ഈ മാതാവ് ആ പൂക്കളുടെ ഒപ്പം നിൽക്കുന്നത് കണ്ടു. മാതാവിൻ്റെ പേര് ഗാഡലൂപ്പ മാതാവ്. അവർ അത് കണ്ടപ്പോൾ വിശ്വസിച്ചു. അങ്ങനെ അവിടെ പള്ളി പണിതു. ഇന്നും മെക്സിക്കോയിൽ ഇയാൾ ധരിച്ച വസ്ത്രത്തിൽ പൂക്കളും മാതാവും ഉള്ളത് സൂക്ഷിച്ചിരിക്കുകയാണ് മെക്സിക്കോയിലെ ഒരു പള്ളിയിൽ. ഈ മാതാവ് പ്രത്യേകിച്ച് ദരിദ്രരുടെ മാതാവാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും മാതാവായി വിശ്വസിക്കുന്നു. സാധാരണ ജനങ്ങളുടെ മാതാവായി ആദരിക്കുന്നു. തിരുനാൾ ഡിസംബർ 12 നമുക്ക് ഈ മാതാവിനോട്, ഗ്വാഡലൂപ്പ മാതാവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ.